Hi everyone, welcome back to our channel and this is Mishilpa. So നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് how did I lose weight എന്നുള്ളതാണ് as you saw on the thumbnail. So yes, without any further ado delay, let's get started. അപ്പോൾ യെസ്, ഇതാണ് എൻ്റെ പഴയ ഫോട്ടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒരു ഡിസംബർ ജാനുവരി ഈ സമയത്ത് എടുത്ത ഫോട്ടോ. ആൻഡ് ഞാൻ പറയാം ആദ്യം തന്നെ ഞാൻ എങ്ങനെയാണ് വെയിറ്റ് ഉണ്ടായത് എന്ന് ഞാൻ പറയാം, എന്നാലാണ് മറ്റേതിനുള്ള അർത്ഥം ഉണ്ടാവുള്ളൂ. സോ വാട്ട് ഹാപ്പൻഡ്, ഞാൻ യൂഷ്വലി അങ്ങനെ വെയിറ്റ് വെക്കണ അല്ലെങ്കിൽ ഭയങ്കര ചബ്ബി ആയിട്ടുള്ള വ്യക്തിയായിരുന്നില്ല, ലൈക്ക് വെൻ ഐ വാസ് യങ്ങർ. പിന്നെ ഐ തിങ്ക് ഞാൻ വെയിറ്റ് കൂടാൻ തുടങ്ങിയ സമയം എന്താ വെച്ചാൽ ഞാൻ ഗ്രാജുവേഷൻ്റെ ഒക്കെ സമയത്ത് ആണ് ഞാൻ വെയിറ്റ് വെച്ചത് കോളേജിൽ. ആൻഡ് അറൌണ്ട് 2023. ആൻഡ് ആ സമയത്ത് ഞാൻ കുറേ കാലം നമ്മൾ വീട്ടിലിരിക്കലും ഭക്ഷണം കഴിക്കലും, പക്ഷെ അതിന് മുന്നേ തന്നെ എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര തടിയാണെന്നുള്ളത്. എൻ്റെ മെയിൻ പ്രോബ്ലം വാസ് മൈ ബെല്ലി ഫാറ്റ്. കാരണം എന്തിട്ടാലും ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഇറ്റ് വാസ് നോട്ട് റൈറ്റ് ഫോർ മീ. പക്ഷേ ഈവൻ അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ജസ്റ്റ് 52-53 and all. പിന്നെ അത് കുറയ്ക്കാൻ നോക്കുമ്പോഴാണ് അത് കൂടി വന്നത്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻ, ഞാനങ്ങനെ തുടങ്ങി ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി. അതൊന്നും വർക്കൗട്ട് ആയില്ല. ആൻഡ് ജിമ്മിൽ പോകുമ്പോഴത്തെ ഞാൻ കണ്ടുവച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വൺസ് വി ഗോ ഫോർ ജിം നമ്മൾ അവിടെ പോയി കുറേ കാലറീസ് കളയും. അപ്പോൾ ഇനീഷ്യൽ കുറേ ദിവസങ്ങളിൽ നമുക്ക് എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് നല്ല വിശപ്പും നല്ല ടയർഡ്നെസ്സും ഉണ്ടാവും. So people choose to eat a lot. Like unconsciously people were like, okay, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് so that I can eat a lot of food. പക്ഷേ no. It is all about, I guess, mental and physical thing. It's not just physical thing, okay? So ഞാൻ അപ്പം പോയി കുറേ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. ജിമ്മിൽ പോയി within 2 weeks I gained 2 kilos. Wonderful. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ജോലിക്ക് പോയി ആൻഡ് മുംബൈ പോയി. ആസ് ഐ ടോൾഡ് യു ഇൻ പ്രീവിയസ് വീഡിയോസ് ഓൾസോ, ഐ വാസ് നോട്ട് മെൻ്റലി ഇൻ എ റൈറ്റ് സ്റ്റേറ്റ്. ആൻഡ് ആ സമയത്തും എനിക്ക് ഇഷ്ടമുള്ളതൊന്നും വേറെ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഐ കുഡ് നോട്ടീസ് എ ഡിഫറൻസ് ദാറ്റ് ഐ വാസ് ഗെയിനിങ് വെയിറ്റ്. സ്ലോലി വർക്ക്, ഇത് ലൈഫ്, കാര്യങ്ങൾ ഓർഗനൈസിങ്, അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാൻ വെച്ചാൽ ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കാൻ തുടങ്ങി. ആൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദാറ്റ് ഐ വാസ് സേയിങ് ഐ എം ഈറ്റിംഗ് ഹെൽത്തി ഇൻ എ വേ വേർ ഐ വാസ് ലൈക്ക് കുറച്ച് ചോറേ ഞാൻ കഴിക്കുള്ളൂ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ യൂസ് ടു ഗോ ടു മൈ കസിൻസ് ആൾറെഡി, ലൈക്ക് സം റാൻഡം പീപ്പിൾസ് ഹൗസ് ആൻഡ് ലൈക്ക് ഫാമിലീസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ എല്ലാവരും പറയില്ല നന്നായിട്ട് കഴിക്കുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് വരുന്ന കഴിക്കും. ആൻഡ് ഷുഗർ കട്ടിങ്, നത്തിങ് വാസ് ഹാപ്പനിങ്. ഷുഗർ കട്ടിങ് ആസ് ഇൻ ഞാൻ സ്റ്റീവിയാണ് കൂടുതലും ചോറിൻ്റെ കൂടെ ആസ് ഇൻ ഞാൻ സ്റ്റീവിയാണ് കൂടുതലും കോഫിയും കാര്യങ്ങളൊക്കെ കുടിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ റൈസിൻ്റെ ക്വാണ്ടിറ്റി പതിയെ കൂടിയുണ്ട്, ഞാൻ തന്നെ അറിയാണ്ട്. ആൻഡ് ദ മെയിൻ പ്രോബ്ലം വാസ് ഐ വാസ് ഈറ്റിംഗ് ഓട്സ് അറ്റ് നൈറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഓട്സ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ തടി വയ്ക്കുന്നത് കുറേ വേണ്ട അല്ല. സോ വാട്ട് ഹാപ്പൻ, ഓട്സിനായാലും നമ്മൾ എടുക്കണ ഓട്സ് കഴിക്കുന്ന ക്വാണ്ടിറ്റി ഒക്കെ ഡിപ്പെൻഡിങ് ആണ് എന്നാണ് ഞാൻ പിന്നെ ലേറ്റർ അറിഞ്ഞത്. സോ ഐ യൂസ് ടു ഈറ്റ് ഓട്സ് ആൻഡ് പീനട്ട് ബട്ടർ ആൻഡ് പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് രാത്രി കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പ്രോബ്ലം എവിടെയാ വെച്ചാൽ ഞാൻ കുറേ കഴിക്കും, ലൈക്ക് കുറേ കഴിക്കും. സോ വാട്ട് എവർ വി ഈറ്റ്, നമ്മളിപ്പോൾ എത്ര ജങ്ക് ഫുഡ് കഴിച്ചാലും ഐ തിങ്ക് ദാറ്റ് നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ തടി വയ്ക്കോ തടി കുറയോ, വാട്ട് എവർ യു നീഡ്. ഓക്കെ, ബൈ ദ വേ തടിയുള്ളതൊരു ഫ്ലോ എന്നല്ല. ഇഫ് യു ഡോണ്ട് ഫീൽ ലൈക്ക് യുവർ സെൽഫ് യു ക്യാൻ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ലൂസ് ഇറ്റ്. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് ഓക്കെ ഫോർ യു യു ക്യാൻ ആക്ച്വലി ഇറ്റ്സ് ഓക്കെ ഫോർ യു ഇഫ് യു ആർ ഓക്കെ വിത്ത് ഇറ്റ്. ഓക്കെ, അപ്പോൾ യെസ്, കമ്മിങ് ബാക്ക് ടു ദ തിങ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇതുണ്ടായിരുന്നത്. പിന്നെ ഞാൻ റോട്ടിൽ പോകും, പാനിപ്പൂരി, വടപ്പാവ്, അതൊക്കെ ഞാൻ ആ സമയത്ത് ആലോചിക്കും, ഓക്കെ എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ കഴിക്കും. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ ഈറ്റ് 1 വടപ്പാവ്, 2 വടപ്പാവ്, ഒരു പാനിപ്പൂരിയോ വാട്ട് എവർ. പക്ഷേ ഇറ്റ് വാസ് കോൺട്രിബ്യൂട്ടിങ് ടു ദ മേജർ പ്രോബ്ലം. ആൻഡ് സ്ലോലി എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരാൻ തുടങ്ങി. എനിക്ക് ഓഫീസിൽ പോയിരുന്ന ഉറക്കം വരിക, വെറുതെ ഇരുന്ന ഉറക്കം വരില്ല, ചുമ്മാ ഉറക്കം വരാൻ തുടങ്ങി. ഐ കുഡ് സീ എ ലോട്ട് ഓഫ് ഫാറ്റ് ഗെയിൻ ഓൺ മൈ ഫേസ്. ഭയങ്കര ഉണ്ട പോലെ, ലൈക്ക് ഭയങ്കര എന്താ പറയുക, ഇറ്റ് ബിക്കേം ലൈക്ക് എ പാനിപൂരി. ആൻഡ് സ്ലോലി എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലാണ്ടായി തുടങ്ങി. കാരണം എനിക്കൊന്നും ഇഷ്ടമുള്ളത് വേറെ ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് മേടിച്ചാലും ഇതാക്കാൻ, ഞാൻ വെയിറ്റ് സൈസ് കുറയ്ക്കാൻ നോക്കുമ്പോൾ വെയിറ്റ് സൈസ് കൂടുക ചെയ്തുകൊണ്ടിരുന്നത്. Slowly, I guess my waist size itself was 32 or 34, I guess, at 32. സോ ഞാൻ മുംബൈയിൽ നിന്ന് വരുമ്പോൾ തന്നെ അത്യാവശ്യം ഞാൻ തടിയിലായിരുന്നു. പിന്നെയും വീട്ടിലിരിപ്പായി, പിന്നെ അവിടെ പോയി ഇവിടെ പോയി, പിന്നെ മെൻ്റലി ഐ വാസ് ടോട്ടലി ഡൗൺ. അങ്ങനെ മെൻ്റലി പ്രശ്നങ്ങൾ കൂടി സ്ട്രെസ് അടിച്ച് ഞാൻ പല ഡോക്ടറെയും പോയി കണ്ടു. എൻ്റെ പീരിയഡ് വാസ് ലൈക്ക് കൈൻഡ് ഓഫ് ഹിയർ ആൻഡ് ദേർ, പക്ഷേ ഇറ്റ് വാസ് നോട്ട് കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ്. സോ വാട്ട് ഹാപ്പൻഡ്, ഞാൻ നാട്ടിൽ പോയി. പിന്നെ അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ചോക്ലേറ്റ്സ് കഴിച്ചില്ലെങ്കിലും ഐ വാസ് യൂസിങ് സം അതർ തിങ്സ് ലൈക്ക് കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഷുഗർ കട്ട് വാസ് ലിറ്ററലി നോട്ട് ഹാപ്പനിങ്. ഐ വാസ് ഹാവിങ് സ്റ്റീവിയ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വാസ് ഹാവിങ് other things also.
ആൻഡ് പിന്നെ ഞാൻ ചെയ്ത മെയിൻ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഡിസംബർ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഐ ഹാവ് ടു ലൂസ് വെയിറ്റ്. ആ സമയത്താണ് ഞാൻ ലാസ്റ്റ് ടൈം ഇങ്ങോട്ട് ദുബായിൽ വരാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല. ഓക്കെ, സോ ഞാൻ ഡിസംബർ ആയപ്പോൾ ഒരു കാര്യം വിചാരിച്ചു ലെറ്റ് മീ ട്രൈ സം അതർ വേ. കാരണം ഡയറ്റിങ്ങിന് പൈസ കൊടുത്തു എനിക്ക് എൻ്റെ ഫുൾ അപ്പിറ്റായിട്ട് പോയി. കാരണം നമ്മൾ ഡയറ്റിങ്ങിന് പൈസ കൊടുക്കുമ്പോഴത്തെ പ്രധാന പ്രശ്നം ചിലവരുണ്ട് 1500 കൊടുത്ത് നമുക്ക് വാട്സപ്പിൽ മെനു പോലെ ഒരു സാധനം കിട്ടും. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർ പറയണത് ലൈക്ക് അവർ പറയാ യൂഷ്വലി ചിക്കൻ മാത്രം കഴിക്കണം, അല്ലെങ്കിൽ ഇഫ് യു ആർ വെജിറ്റേറിയൻ യു ക്യാൻ ഈറ്റ് eggs or paneer or whatever, and at the same time they will ask you to eat just sprouts or like eat just something. കാരണം ഇറ്റ്സ് ലൈക്ക് നമ്മൾ എന്നും റൈസ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ, നമ്മൾ എന്നും ഒരു 2-3 ചപ്പാത്തി ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് ഒരാൾ പിറ്റേ ദിവസം തന്നെ ഇത്ര കഴിയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആർക്കായാലും ഡെഫിനറ്റ്ലി ബോഡി റിയാക്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഈവൺ ഇഫ് ദാറ്റ് വർക്ക്സ് ഔട്ട് ലേറ്റർ നമ്മൾ വീണ്ടും പഴയ പോലെയാവും വൺ ഡേ. And that's definite. That's the problem with this keto and this and that is what I feel, because that's what I've tried. I've even tried water fasting and all. It is never gonna work. It will put you in a really bad state. What I did, December ആയപ്പോൾ I thought okay let me try a different way. അങ്ങനെ ഞാൻ എവിടെയോ എന്തോ കണ്ടിട്ട് എന്താ കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. സോ ഐ ജസ്റ്റ് ട്രൈഡ് ഓക്കെ ഗോയിങ് ടു ChatGPT or AI whatever you use on a daily basis, ഒരു ടാബ് ഇതിനു വേണ്ടി മാത്രം, ഓക്കെ ഒരു ടാബിൽ മാത്രമേ ഇതിനെപ്പറ്റി പറയാവുള്ളൂ. So in that, go and give your age, your weight, I mean the current weight, the weight you need to go to. കാരണം എനിക്ക് അന്ന് 69-70 ആയിരുന്നു. 70 I wanted to go to 54. അപ്പോൾ അതായിരുന്നു ആ വർഷത്തിൻ്റെ ഗോൾ. സോ അങ്ങനെയാണ് കേട്ടത്. ദാൻ നമ്മുടെ ഏജ്, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മൾ എന്തൊക്കെ കഴിക്കുന്നു, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എവറി ബിറ്റ് ആൻഡ് പീസസ് പുട്ട് ദേർ. ആൻഡ് ദെൻ ടെൽ ദാറ്റ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ദിവസം എത്ര കാലറി കഴിച്ചാലാണ് എൻ്റെ ഇത്രയും ഒരു ഡിസൈർഡ് വെയിറ്റിലേക്ക് എത്താൻ പറ്റുക. ഇൻ കേസ് ഇഫ് യു ആർ ഗോയിങ് ഫോർ ജിം ടെൽ ദാറ്റ് ഓൾസോ. ഓക്കെ, ആൻഡ് ജസ്റ്റ് ടെൽ ഇറ്റ് ദാറ്റ് നമുക്ക് ഇത്രത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫുഡായാലും നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് വാങ്ങാൻ പറ്റില്ല. വാട്ട് എവർ യു ലൈക്ക് ടു ഈറ്റ് ജസ്റ്റ് ടെൽ. You will get an idea. For example, if you want to lose 10 kgs or 4 kgs in 1 month or something, they're asking you to eat 1000 calories or 2000 calories per day. Okay, so that 2000 calorie you can divide it accordingly. 2000 ആവില്ല കേട്ടോ എല്ലാവരുടെയും, it depends upon you. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മൂവ് ചെയ്യുക. സോ വാട്ട് ഹാപ്പൻസ് വൺസ് യു ഗെറ്റ് ദിസ് ഐഡിയ ഹൗ മച്ച് കാലറീസ് യു നീഡ് ടു ഈറ്റ് എ ഡേ ഫോർ റീച്ചിങ് ദിസ് പെർട്ടിക്കുലർ വെയിറ്റ് ഓർ വാട്ട് എവർ യു നീഡ്, അതിനനുസരിച്ച് മൂവ് ചെയ്യുക. സോ ഐ ജോയിൻഡ് Zumba also online. Okay, അതൊരു 1000 something, I don't know which app it was, some random app I joined Zumba. I did it for 1 month and അതിൻ്റെ ഒപ്പം തന്നെ I was doing this. അപ്പോൾ ഇതിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓവറായിട്ട് നമുക്കൊരു ഗിൽട്ട് ഉണ്ടാവില്ല, നമ്മളത് കഴിച്ചില്ല നമ്മളെല്ലാം കഴിക്കും, പക്ഷെ നമ്മൾ ഇത്രയേ കഴിക്കുള്ളൂ. ഓക്കെ, സോ വാട്ട് ഐ വാസ് ഡൂയിങ് ഇസ് ഞാൻ ഇത്ര ചോറ് കഴിച്ചിരുന്നത് ഞാൻ 6 ടേബിൾ സ്പൂൺ റൈസ്, അതായിരുന്നു അന്നത്തെ എൻ്റെ കണക്ക്. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച്. സോ നമ്മൾ 6 സ്പൂൺ വെച്ച് കണക്ക് എടുക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഇറ്റ് വിൽ ബി ഈസി ഫോർ അസ് ടു എന്താ പറയുക ന്യൂമറിക്കലി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യാം. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. 6 സ്പൂൺ ഓഫ് റൈസ്, 6 സ്പൂൺ ഓഫ് ലൈക്ക് 2 സ്പൂൺസ് ഓഫ് ലൈക്ക് സൈഡ്, അല്ലെങ്കിൽ പിന്നെ കറി, വാട്ട് എവർ ഹൗ മച്ച് എവർ യു ടേക്ക്. ഐസ്ക്രീം ആണെങ്കിൽ നിങ്ങൾ എത്ര സ്കൂപ്പ് ഇൻ കേസ് ഇഫ് യു ഹാവ്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ, കഴിക്കേണ്ടതല്ല, കട്ട് ചെയ്യണം, കുറച്ചൊക്കെ കട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഡെയിലി ഓരോ പ്രാവശ്യം നിങ്ങൾ എന്ത് കഴിച്ചാലും കാൽക്കുലേറ്റ് ചെയ്യാം. ChatGPT വാട്ട് എവർ യു യൂസ്, നിങ്ങൾക്ക് മെഷറിങ് ബെസ്റ്റ്. അതർവൈസ് ഗോ ടു ChatGPT വാട്ട് എവർ, ടെൽ ദം ദാറ്റ് ദിസ് ഇസ് വാട്ട് ഐ ഹാഡ്, ഹൗ മച്ച് കാലറീസ് ഡസ് ദിസ് ഹാവ്. അപ്പോൾ നമ്മളിപ്പോൾ ഉച്ചയൊക്കെ ഒരു വൈകുന്നേരമായി നമ്മൾ എന്തൊക്കെയോ കുറച്ച് അവിടെ ഇതൊക്കെ കൂടുതൽ കഴിച്ചു നമുക്ക് തോന്നി, എല്ലാം കൂടി ടോട്ടലി എന്നിട്ട് ബാക്കി ഇത്ര കാലറീസ് ഉണ്ട് നോക്കാം. ബാക്കി വെച്ചിട്ട് നമ്മൾ രാത്രിയിലത്തെ ഫുഡ്, ഐ നോ ഇറ്റ്സ് എ ബിറ്റ് ന്യൂമറിക്കലി തിങ്, പക്ഷേ ഇതിൽ നിങ്ങൾക്ക് വേറെ ചിലവൊന്നുമില്ല. നിങ്ങളുടെ ഒരു ടൈമോ അല്ലെങ്കിൽ കാര്യങ്ങളും മാത്രമേ ചിലവുള്ളൂ. പക്ഷേ ഇഫ് ഇറ്റ് വർക്ക്സ് ഔട്ട്, ഇറ്റ് വർക്ക്സ് ഔട്ട് ഫോർ യു. യു ക്യാൻ സേവ് എ ലോട്ട് ഓഫ് മണി ഇൻ ദാറ്റ്. Doesn't mean that you don't need gym or whatever. Gym is not for just losing weight. It is also to സംഭവം your body, like നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പല കാര്യങ്ങളും വർക്കൗട്ട് ആവുന്നത്. സോ do that. So I was doing Zumba and also this, and then പിന്നെ എൻ്റെ ലൈഫിൽ കുറേ സ്ട്രെസ് പരിപാടി കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായി. ഓക്കെ, അതുകൊണ്ടും ഇതുകൊണ്ടും ഒരു 2 വീക്ക് ആയപ്പോഴത്തേക്ക് എനിക്കൊരു ഐഡിയ കിട്ടി, ഞാനൊരു ദിവസം എത്ര കഴിച്ചാലാണ് എത്ര. പിന്നെ സ്ലോലി ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പാത്രം ബിരിയാണി കഴിക്കുന്ന ആൾക്ക് സ്ലോലി ഒരു ഹാഫ് പാത്രം ബിരിയാണി കഴിക്കാൻ പറ്റുള്ളൂ. ലൈക്ക് യു ആർ നോട്ട് ചൂസിങ് എനിമോർ, ഇറ്റ് ബിക്കംസ് യു, നിങ്ങൾക്ക് അത്രേ കഴിക്കാൻ പറ്റുള്ളൂ. ദെൻ അത് കഴിഞ്ഞാൽ അതിൻ്റെയും കുറച്ച് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പറ്റൈറ്റ് കുറയും.
അതാണ് നമുക്കിപ്പോൾ വേണ്ടത്. കാരണം അതാണ് എനിക്ക് തോന്നിയത് എനിക്ക് വേണ്ടത്. കാരണം നമുക്ക് മറ്റേന്ന് വെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത്തിരി ബിരിയാണി അല്ലെങ്കിൽ വാട്ട് എവർ വീറ്റ് നമുക്ക് ഇനി കഴിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇനി എടുക്കും. പിന്നെ ഇനി എടുക്കണ പരിപാടി നിർത്തുക. ഓക്കെ, ഇഫ് യു ടേക്ക് ദിസ് മച്ച് ജസ്റ്റ് വെയിറ്റ്. നിങ്ങൾക്ക് വിശക്കുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ചുമ്മാ ഇരിക്കുക. ഓക്കെ, ചുമ്മാ ഇരിക്കുക ആൻഡ് സീ ഇഫ് യു ആർ റിയലി ഹംഗ്രി. കാരണം നമ്മൾ വാട്ട് ഹാപ്പൻസ്, നമ്മൾ അങ്ങനെ എടുക്കും, ആ ഒരു ഇമ്പൾസിൽ നമ്മൾ അങ്ങോട്ട് എടുക്കും, എന്നിട്ട് അതും കൂടി കഴിക്കും. അപ്പോൾ നമ്മുടെ അപ്പറ്റൈറ്റ് കുറേ കൂടെ അങ്ങോട്ട് കയറും. സോ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി പറയും ഓക്കെ വിശക്കുന്നില്ല, അതനുസരിച്ച് വേണം അടുത്ത പാർട്ട് ഫുഡ് എടുക്കാൻ. അങ്ങനെയാണ്. പിന്നെ എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറയും ആൾക്കാർ. ഓക്കെ, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സീ വാട്ട് എവർ വി ഡോണ്ട് ഹാവ് ടു ജസ്റ്റിഫൈ, റൈറ്റ്? അപ്പോൾ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത് ഇതൊന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഡെഫിനറ്റ്ലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പലരും ചെയ്യാണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ദെയർ തിങ്. യു ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. പലരും ശരിയല്ല. നിങ്ങളോട് ഞാൻ കീറ്റോ ഡയറ്റോ മറ്റേതോ അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. കഴിക്കുക, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക. ഞാൻ ഷവർമ ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യും. സോ ബേസിക്കലി ഐ ഹാഡ് എ കട്ട് ഓൺ മൈ കാലറീസ്, നോട്ട് ഓൺ പെർട്ടിക്കുലർ എവറി ഫുഡ്. ഷുഗർ കട്ട് യു ക്യാൻ ഡു. അങ്ങനെ സ്ലോലി വിത്തിൻ ഒരു 4 months ആയപ്പോൾ ഞാൻ ഈ 69-70 kg 58 ആയി. വിത്തിൻ 2 months, 2 to 3 months. Within after that, in 2 months, I lost a lot of weight. Then I turned 54. Again, I continued doing that, drink enough water also. Then I turned 52. From 52, I ranged to 49. അങ്ങനെ വിത്തിൻ ഒരു 4-5 months ഞാൻ 49 kgs ആയി. This is my current weight, 49. Okay, but the main problem was hair fall was an issue. Then period completely stopped because of stress also. പക്ഷെ നിങ്ങൾ വെയിറ്റ് കുറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. സ്ട്രെസ് ഓൾസോ, ലൈക്ക് ഫോർ മീ ദാറ്റ് വാസ് ദ റീസൺ. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോബ്ലമാറ്റിക് ആവരുത്. പക്ഷെ വൺസ് യു മെയിൻറ്റെയിൻ ദാറ്റ് വെയിറ്റ് ഇറ്റ് വിൽ കം ബാക്ക്. സോ എനിക്കൊരു 115 days സംതിങ് എടുത്തു ഞാൻ ട്രാക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. For that much days I was not getting my period, but like now it's back. And hair fall also may be happen, and for some people it's different. So it's not like നിങ്ങൾ ഇന്ന് ഞാൻ 500 calories കഴിക്കുന്നത് എക്സ്ട്രീം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. Don't do anything extreme. Extreme will put you in a very bad way that you will go back to the old routine. നമുക്ക് വേണ്ടത് എന്താ? കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ChatGPT എടുത്തതിൽ 5 പൈസയുടെ ചിലവില്ല. യു ഡോണ്ട് ഹാവ് ടു ടേക്ക് എ പ്രീമിയം. വാട്ട് എവർ യു ക്യാൻ യൂസ് ChatGPT, Perplexity, Gemini. പക്ഷേ എനിക്ക് ChatGPT ആണ് കുറച്ചും കൂടി വർക്ക് ആയത്. സോ ദാറ്റ്സ് വൈ ഐ എം യൂസിങ് ഇറ്റ്. സോ മേക്ക് ഷുവർ യു കൗണ്ട് ഹൗ മച്ച് എവർ യു ഈറ്റ്, വാട്ട് എവർ യു ഈറ്റ്. 2 chapati, 1 chapati, 2 tablespoon, 4 tablespoon, whatever, count it and then just match it. That's all you need. Okay, സോ അതാണ് ഞാൻ ചെയ്തത്. ഇനി ഇതിൽ വല്ല ഡൗട്ടുണ്ടോ കാര്യങ്ങളുണ്ടോ അതൊക്കെ ക്ലിയർ ചെയ്യാൻ എനിക്കറിയില്ല. ഇതാണ് എനിക്ക് വർക്കൗട്ട് ആയത്. എനിക്ക് ഇത്രേ അറിയുള്ളൂ. ഇത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ ഒന്നും എനിക്കറിയില്ല. Maybe health like whoever comes and tells me that this is not the right way. But for me it worked. Right now I can wear whatever I want. From XL I turned to S or M, S and M, maybe XS in some cases. So I'm happy with it, and that's it. If I am happy with it, I'm happy with it. I don't want to go for other things. ഞാൻ ജിമ്മോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. I just used to walk കുറച്ചൊക്കെ. എന്നാലും I was not walking a lot. I used to dance whenever I feel like. അങ്ങനെയായിരുന്നു എൻ്റെ routine. So calorie cutting is the main thing. Okay, yes, that was today's video. I hope it helped you. ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഇറ്റ്സ് എ വെരി ഹോളിസ്റ്റിക് വേ ഐ ഫീൽ. ഹോളിസ്റ്റിക് എന്ന് മതലബ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ അത്രേ ഉള്ളൂ. Thanks for watching and bye-bye. Take care. Make sure you subscribe or like or do whatever you like to do. So yes, bye guys. See you in my next video. Take care.